എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th NCERT സഞ്ജയൻ എന്ന ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സ്മൃതിയുടെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കേൾക്കുക. ഓക്കെ, നോക്കാം നമുക്ക്. भाई के बुलाने पर घर लौटते समय लेखक के मन में किस बात का डर था? നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു. സ്ട്രോബെറി പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബായി വിളിക്കുന്നു എന്ന്, സഹോദരൻ വിളിക്കുന്നു എന്ന് അന്ന് പറഞ്ഞു ഒരാൾ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ആ വിളി കേട്ടിട്ട് എന്തിനാണ് സഹോദരൻ വിളിച്ചതെന്ന് അറിയാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ലേഖകൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തിനെക്കുറിച്ചായിരുന്നു പേടി, എന്തിനെക്കുറിച്ചായിരുന്നു എന്ന്. ബായിക്ക് ആൻസർ എന്താണ്? ബായിക്ക് പുലാനെ പർ ഗർ ലൗട്ടി സമയ ലേഖയ്ക്ക് മന്മേ പിട്നെ കാ ഡർദ. എന്തായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മുഴുവനും ലേഖകൻ ആലോചിച്ച് എന്താണ്, സഹോദരൻ എന്തിനാണ് വിളിച്ചതെന്ന് അറിയില്ല. അപ്പോൾ എന്താണ്, എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി സ്ട്രോബെറി പൊട്ടിച്ചത് കൊണ്ടാണോ, പിടനെന്ന് പറഞ്ഞാൽ എന്താണ്, അടിക്കുമോ എന്നുള്ള ഭയമായിരുന്നു മനസ്സ് മുഴുവൻ എന്നാണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? മക്കൻപൂർ പഠനെ വാലി ബച്ചോं की डोली रास्ते में पढ़ने वाले कुएं में डेला क्यों फेंकती थी? അതായത് മക്കൻപൂരിലേക്ക് പഠിക്കാൻ പോകുന്ന ബച്ചോं की डोली, കുട്ടികളുടെ ഡോലി എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടങ്ങൾ. രാസ്തേമേ വഴിയിൽ, പഠനെ വാലെ കുവേമേ വഴിയിൽ കണ്ടിരുന്ന ആ കുവയെന്ന് പറഞ്ഞാൽ കിണറിൽ, ഡോല എന്ന് പറഞ്ഞാൽ കല്ല് എന്തിനാണ്, ഫേങ്കിന എന്ന് പറഞ്ഞാൽ എറിയുക. എന്തിനാണ് കല്ലെറിഞ്ഞിരുന്നത്? നമ്മൾ എന്താ പഠിച്ചത്? ആ കിണറിൻ്റെ ഉള്ളിൽ ഒരു പാമ്പുണ്ടായിരുന്നു. കല്ലെറിയുമ്പോൾ ആ പാമ്പിൻ്റെ മേത്ത് വീഴുമ്പോൾ അത് ഒച്ചയുണ്ടാക്കും, ഫിസ് എന്ന് പറഞ്ഞാൽ ഒച്ചയുണ്ടാക്കും. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുട്ടികൾ കല്ലെറിഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? മക്കൻപൂർ പഠനെ ജാനെ കെ രാസ്തേമേ ഏക്ക് സൂക്ക കുവാദ. അതായത് പോകുന്ന വഴി, മക്കൻപൂരിൽ പഠിക്കാൻ പോകുന്ന വഴിയിൽ ഒരു സൂക്ക കുവാദ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പൊട്ടിപ്പൊളിഞ്ഞ വെള്ളമൊന്നുമില്ലാത്ത ഒരു കിണറുണ്ടായിരുന്നു. ജിസ്മേ സാമ്പ് ഗിർഗയാത്, അതിലെങ്ങനെയോ ഒരു പാമ്പ് വീണിട്ടുണ്ടായിരുന്നു. ബച്ചോं की टोली उस सांप की फुस्कार सुरने के लिए डेला फेंकती थी. കുട്ടികളുടെ കൂട്ടങ്ങൾ എന്തിനാണ് ആ കല്ലെറിയുമ്പോൾ സാമ്പ് കി ഫുസ്കാർ, പാമ്പിൻ്റെ ആ ഒച്ച കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡേല ഫെങ്തി തി, കല്ല് എറിഞ്ഞിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? സാമ്പനെ ഫുസ്കാർ മാരിയ നഹി, ഡേല ഉസെ ലഗായ നഹി, യഹ് ബാത് അബ് തക് സ്മരൺ നഹി, യഹ് കഥൻ ലേഖക് കി കിസ് മനോദശ കോ സ്പഷ്ട കർത്താ ഹെ. ചാപ്റ്ററിലുള്ളതാണ്. പാമ്പിൻ്റെ മുകളിൽ കല്ല് വീണോ എന്നോ എനിക്കറിയില്ല, പാമ്പ് അത് കണ്ട് ഒച്ചയുണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. യ കഥൻ, ഈ വാക്ക് ലേഖക് കിസ് മനോദശാക്കോ സ്പഷ്ട കർത്താ ഹെ. ഈ വാക്ക് ലേഖകൻ്റെ മനസ്സിലുള്ള ഏത് അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്? ലേഖകൻ പെട്ടെന്ന് കല്ലെറിയുമ്പോഴും ആ തൊപ്പിയിൽ നിന്നും എന്താണ് ചിട്ടികൾ, ലെറ്ററുകൾ താഴേക്ക് വീണപ്പോൾ പെട്ടെന്നുള്ള ആ മാനസികാവസ്ഥയെ കുറിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്താണ്? ലേഖകനെ കുവേമേ ജബ് ഡേല ഫേങ്ക് രഹാദ, ലേഖകൻ എപ്പോഴാണോ കിണറ്റിലേക്ക് കല്ലെറിഞ്ഞത്, ഉസ് സമയ, ആ സമയത്ത് ഉസ്കെ ടോപ്പിമേ, അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ രക്കാ ഹുവ ചിട്ടിയാം, വെച്ചിരിക്കുന്ന ലെറ്ററുകൾ കുവേമേ ഗിർഗയി, കിണറ്റിലേക്ക് വീണു. അപ്പോൾ ബഹുത് പരേശാൻ ഹോ ഗയി, അദ്ദേഹം പെട്ടെന്ന് വളരെയധികം ടെൻസ്ഡായി. ഉസി സമയ ഉസ്കെ മനോദശാമേ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ലേഖകനിവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ, കിൻ കാരണോം സെ ലേഖകനെ ചിട്ടിയോം കോ കുവേം സെ നിക്കാൾനേക്കാ നിർണ്ണയിക്കുക. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ലേഖകൻ പാമ്പിൻ്റെ കടിയേറ്റാലും ലെറ്ററുകൾ കിണറ്റിൽ നിന്നും എടുക്കാൻ തീരുമാനിച്ചത്? ആൻസർ എന്താണ്? ചിട്ടിയാം ലേഖക് കെ ബഡേ ബായിനെ ടാക് ഗാനെ മേ ഡാൽനെ കെ ലിയെ ദീദി. എന്താണ്? ലെറ്ററുകൾ സഹോദരൻ പോസ്റ്റ് ഓഫീസിൽ ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു. അത് വളരെ അർജൻറ്റായിട്ടുള്ള ലെറ്ററുമായിരുന്നു. ലേഖക് അപ്പനെ ബായിസെ ബഹുത് ഡർത്തെ थे. ലേഖകൻ എന്താണ്? തൻ്റെ സഹോദരനെ വളരെയധികം പേടിച്ചിരുന്നു. കുവേമേ ചിട്ടിയാൻ ഗിർനേസെ ഉനെ അപ്പനി പിട്ടായിക്ക ഡർത്ത. ലെറ്ററുകൾ കിണറ്റിൽ വീണാൽ സഹോദരൻ ചോദിക്കുമല്ലോ, അപ്പോൾ അടിക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അവർ വാ ചൂട്ട് ബി നഹി ബോൾ സക്താത, അദ്ദേഹം ഇന്ന് വരെ നുണ പറയാനും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. इन सभी कारणों से लेखक ने चिट्ठियों को कुएं से निकालने का निर्णय किया.
നിർണയ് ലിയ. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് എന്ത് വന്നാലും കിണറ്റിൽ നിന്നും ആ ലെറ്ററുകൾ എടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത്. 5th ക്വസ്റ്റ്യൻ എന്താണ്? कुएं में उतरकर चिट्ठियों को निकालने संबंधी साहसिक वर्णन को अपने शब्दों में लिखिए. കിണറ്റിൽ ഇറങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം, അതുപോലെ തന്നെ അദ്ദേഹം അതിൽ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹസികമായ ആ ഒരു സംഭവം നമ്മളുടേതായ ഭാഷയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻസർ എന്താണ്? ബായി ദ്വാര ദീ ഗയി ചിട്ടിയാം ലേഖക് കെ ഹാത്തോം സെ ഗിർ ഗയി थी. ലേഖകൻ കൊടുത്തുവിട്ട ലെറ്ററുകൾ സഹോദരൻ കൊടുത്തുവിട്ട ലെറ്ററുകൾ ലേഖകൻ്റെ കയ്യിൽ നിന്നും കിണറ്റിലേക്ക് വീണുപോയി. അവർ ഉന്നെ ഉഡാനാ ബി ജറൂരി था. അത് എടുക്കേണ്ടതായിട്ടും അത്യാവശ്യമായിരുന്നു. ലേക്കിൻ കുവേമേ സാമ്പുത. പക്ഷേ കിണറ്റിനുള്ളിൽ എന്തുണ്ടായിരുന്നു? പാമ്പുണ്ടായിരുന്നു. ജിസ്കെ കാട്ട്നേക്ക ഡർദ. അത് കടിക്കുമോ എന്നുള്ള പേടിയുമുണ്ടായിരുന്നു. പരന്തു ലേഖകനെ കുവേസി ചിട്ടിയ നിക്കാലിനേക്ക നിർണ്ണയിക്കുക. പക്ഷേ ലേഖകൻ എന്ത് ചെയ്തു? കിണറ്റിലിറങ്ങിയ ലെറ്ററുകൾ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഉസ്നെ അപ്നി ഓർ അപ്നി ബായിക്ക് ധോത്തിയാം കുച്ച് രസി മിലാക്കർ ബാന്തി. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും ധോത്തികളെല്ലാം കൂടി കൂട്ടിക്കെട്ടി ഒരു കയറ് പോലെ കെട്ടി ബാന്തി ഒന്നിനൊന്നിനോ ഓരോന്നായിട്ട് കെട്ടിയിട്ടു. അവർ ധോത്തിക്ക് സഹായത സെ വ കുവേമേ ഉദര. എന്നിട്ട് എന്ത് ചെയ്തു? ആ ധോത്തിയുടെ സഹായത്തോടെ കിണറ്റിലേക്ക് ഇറങ്ങി. അभी 4-5 ഗജ് ഊപ്പർ ഹീതാക്കി സാമ്പ് ഫൺ ഫയലായേ ഹുവേ ദിക്കായി ദിയ. അപ്പോൾ എന്താണ്? ഒരു 4-5 അടി ഉയരത്തിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം എന്താണ് കണ്ടത്? പാമ്പ് അതിൻ്റെ പത്തി വിടർത്തി ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നതായി കണ്ടു. उसने सोचा कि डंडा चलाकर सांप को मारने के लिए पर्याप्त जगह नहीं है. അദ്ദേഹത്തിന് തോന്നി കയ്യിൽ വടി ഉണ്ടായിരുന്ന ആ വടി, ഡണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ മരത്തിൻ്റെ വടി. അപ്പോൾ ആ വടി കൊണ്ട് പാമ്പിൻ്റെ തലക്കടിച്ച് വടി ഇങ്ങനെ വീശി അടിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള സ്പേസ് ആ വടി കൊണ്ട് സാമ്പുക്കോ മാറണേക്കേലേ വടി കൊണ്ട് പാമ്പിനെ കൊല്ലാനായിട്ട് പര്യാപ്ത ജഗ നഹി ഹെ. അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. ലേഖകനെ ടണ്ടേസി ചിട്ടിയാം സർക്കാനേക്ക പ്രയത്നിക്കുക. ലേഖകൻ പിന്നെ എന്ത് ചെയ്തു? വടി കൊണ്ട് എന്തായാലും അടിക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? ആ വടി കൊണ്ട് തോണ്ടി ഇങ്ങനെ ലെറ്റർ തൻ്റെ അടുത്തേക്ക് നീക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. തോ സാമ്പ് ടണ്ടേപ്പർ ലിപ്പടുക്കുക. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും പാമ്പ് വേഗം എന്ത് ചെയ്തു? ആ വടിയിൽ കയറി വാലുകൊണ്ട് അടിച്ചു. സാമ്പുക്ക പിച്ചല ഹിസ ലേഖക്കെ ഹാത്തിക്കോ ചൂകയ. അപ്പോൾ ആ അതിൻ്റെ വാല് ലേഖകൻ്റെ കയ്യിൽ തൊട്ടു. തോസിനെ ടണ്ട പടക് ദിയ. അദ്ദേഹം വടി അങ്ങോട്ട് താഴേക്ക് ഇട്ടു. ഉസ്ക പയർ ബി ദീവാർ സെ ഹട്ട് ഗയ. അപ്പോൾ ഇങ്ങനെ രണ്ട് കാലും കിണറിൻ്റെ ആ അറ്റത്തും രണ്ട് സൈഡിലും വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഒരു വശം ഇങ്ങനെ കാല് തെന്നിപ്പോയി. ലേക്കിൻ വ ഹിമ്മത്ത് കർക്കെ കുവേക്കി മിട്ടി സാമ്പക്കെ ഒയേക് ഓർ ഫേങ്കി. പക്ഷെ അദ്ദേഹം ധൈര്യത്തോടു കൂടി തന്നെ കിണറ്റിൻ്റെ അവിടെ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞ കിണറാണല്ലോ, കുറച്ചൊരു പിടി മണ്ണെടുത്തിട്ട് സാമ്പിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു. മിട്ടി ഫേങ്കിനേസെ സാമ്പക്ക ആസൻ ബദൽ ഗയ. അപ്പോൾ മണ്ണ് വീണപ്പോഴേക്കും ആ ഭാഗത്തേക്ക് നോക്കി പാമ്പ്. അപ്പോൾ ആ പാമ്പിൻ്റെ ആ നിൽക്കുന്ന പൊസിഷൻ ചേഞ്ചായി. ലേഖക് ചിട്ടിയാം ഉടാനേമേ സഫൽ ഹോഗിയ. അതുകൊണ്ട് ലേഖകൻ എന്ത് ചെയ്തു? വേഗം ലെറ്ററുകൾ എടുത്തു. ധീരേസെ ടണ്ടാബി ഉടാലിയ. പതുക്കെ ആ വടിയും എടുത്തു. അവർ കുവേസെ ബാഹർ ആകയ. കിണറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. 6th ക്വസ്റ്റ്യൻ എന്താണ്? സാമ്പുക ധ്യാൻ ബഹാനെ കേലിയ ലേഖകനെ ക്യാ യുക്തിയാം അപ്പനായി. സാമ്പിൻ്റെ ആ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എന്തെല്ലാം ഉപായങ്ങളാണ് ലേഖകൻ കണ്ടുപിടിച്ചത്? സാമ്പുക ധ്യാൻ ബഹാനെ കേലിയ ലേഖകനെ യുക്തിയാം അപ്പനായി. പലതരത്തിലുള്ള ഐഡിയാസ് അദ്ദേഹം കണ്ടുപിടിച്ചു. സാമ്പുക്കെ പാസ് പടി ചിട്ടിയോങ്ക് ഉടാനെ കേലിയ ടണ്ട ബടായ. ആ ലെറ്ററുകൾ, പാമ്പിൻ്റെ അടുത്ത് വീണ് കിടക്കുന്ന ലെറ്ററുകൾ എടുക്കുന്നതിന് വേണ്ടി വടി എറിഞ്ഞു നോക്കി. സാമ്പ് ഉസ് പർ കൂത്ത്പട. പക്ഷേ പാമ്പ് വേഗം അതിൽ ചാടി പിടിച്ചു. ഇസിസ് ടണ്ട ചൂട്ട് ഗയ. അപ്പോൾ ടണ്ട കയ്യിൽ നിന്ന് താഴേക്ക് വീണു. ലേക്കിൻ ഇസിസെ സാമ്പക്ക ആസൻ ബദൽ ഗയ. അപ്പോൾ വടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കിയപ്പോഴേക്കും പാമ്പ് ഇരിക്കുന്ന പൊസിഷൻ ചേഞ്ചായി. അവർ ലേഖക് ചിട്ടിയാം ഉടാനമേ സഫൽ രഹ. അങ്ങനെ ലേഖകൻ ലെറ്ററുകൾ എടുത്തു.
पर डंडा उड़ाने के लिए उसने कुएं की बगल से एक मुट्ठी मिट्टी लेकर सांप के दाई और फेंकी. എന്താ വടിയെടുക്കുന്നതിന് വേണ്ടി പാമ്പിൻ്റെ ആ പൊസിഷൻ ചേഞ്ച് ആകുന്നതിന് വേണ്ടി ഒരു പിടി മണ്ണ് എടുത്തിട്ട് വേറെ സൈഡിലേക്ക് എറിഞ്ഞു. അപ്പോൾ പാമ്പ് ആ സ്ഥലത്തേക്ക് നോക്കിയപ്പോഴേക്കും ദൂസരെ ഹാത്ത് സെ ടണ്ട ഗീഞ്ച് ലിയ, രണ്ടാമത്തെ കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് വേഗം വടിയെടുത്തു. 7th क्वेश्चन എന്താണ്? इस पाठ को पढ़ने के बाद किन किन बाल सुलभ शरारतों के विषय में पता चलता है? ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം കുട്ടികളുടെ ശരാരത്ത് വികൃതികളെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ എന്താണ്? സ്കൂൾ ജാത്തേ സമയം രാസ്തമേ ശരാരത്തേം കണ്ണ, വഴി സ്കൂൾ പോകുന്ന വഴിയിൽ എന്താണ് വികൃതികൾ കാണിക്കുക. ജാൻവരോं को तंग करते हुए चलना, മൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് പോവുക. രാസ്തമേ കുവേൻ താലാബ് പാനി സെ ഭരെ സ്ഥാനോ മേ പത്തർ ഫേങ്കന പാനി മേ ഉജലന, പോകുന്ന വഴിയിലുള്ള കിണറുകൾ, കുളങ്ങൾ, വെള്ളം നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കല്ലെറിയുക. പിന്നെന്താണ്? പാനിമേ ഉജലന, വെള്ളത്തിൽ കളിക്കുക. ഇതെല്ലാമാണ് കുട്ടികളുടെ വികൃതികൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? फल तो किसी दूसरी शक्ति पर निर्भर है, पाठ के संदर्भ में इस पंक्ति का आशय स्पष्ट कीजिए. എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം വേറൊരു ശക്തിയിൽ എന്താണ്? നിർഭർഹേ, അധിഷ്ഠിതമാണ്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങനെ പറയാനായിട്ട് കാരണം എന്താണ്? ചാപ്റ്ററിൽ ഏത് സന്ദർഭത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ലേഖക് ജബ് കുവേ മേ ഉത്തരാത്തോ വ സോച്ചാതാക്കി യാത്തോ വ ചിട്ടിയോं को उड़ाने में സഫൽ എന്നാണ്, സല്ലല്ല, സഫൽ ഹോഗ യാ സാമ്പ് ദ്വാര കാട്ട് ലിയ ജായേഗ. കിണറ്റിലിറങ്ങാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം എന്താ ചിന്തിച്ചത്? ഒന്നില്ലെങ്കിൽ എനിക്ക് ലെറ്റർ എടുക്കാൻ പറ്റും, ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ എന്താണ്? പാമ്പിൻ്റെ കടിയേറ്റ് ഞാൻ മരിക്കും. ഫൽക്കി ചിന്ത കിയെ ബിനവ കുവേമേ ഉത്തർക്കയ. പക്ഷെ അദ്ദേഹം എന്താണ്? ഫലം എന്താ, റിസൾട്ട് എന്താകട്ടെ, ഞാൻ എന്തായാലും കിണറ്റിലിറങ്ങുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവർ അപ്പനെ ദൃഢവിശ്വാസത്തെ സഫൽ രഹ. പക്ഷെ അദ്ദേഹം അങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ പറ്റി. അതഹ മനുഷ്യക്കോ കർമ്മ കർണാച്ചാഹ്. അപ്പോൾ ഇതിലെന്താ അദ്ദേഹം പറയുന്നത്? മനുഷ്യർ അവരുടെ ഓരോരുത്തരുടെയും കർമ്മം ചെയ്യുക. എന്താണ് തൻ്റെ ഡ്യൂട്ടി അത് ചെയ്യുക. ഫൽ ദേനേവാല ഈശ്വർ ഒത്താകെ. എന്താ അതിൻ്റെ റിസൾട്ട് തരുന്നത് ആരാണ്? അത് ഈശ്വരനാണ്. നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? അത് ചെയ്യുക എന്നാണ് ഇതിൽ പറയുന്നത്. എല്ലാവരും പഠിച്ചു നോക്കുക, വായിച്ചു നോക്കുക, മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.